സഹോദരന്മാരെ, ഇയാള് പറയാണ്, ഇയാൾ ലഈഫെന്നും പറയൂലേ, മൂപ്പര് ലഈഫെന്നും തെളിവിനെടുക്കൂല. പ്രസംഗത്തിലെടുക്കൽ അത് ലഈഫാണ്. ഇയാൾ ഇവിടെ ഒരു ലഈഫ് പറഞ്ഞേ കേൾക്കണോ നിങ്ങൾക്ക്? ഇയാള് റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആരിങ്ങളും നമ്മളെ സാദാത്തുക്കളും വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് തക്ബീർ ചൊല്ലുമല്ലോ. ഇത് മൗലവിക്ക് തീരെ പിടിക്കാത്താണ്. കാളനെ കാണുമ്പോഴുള്ള തക്ബീർ എന്നാ മൗലവി മുമ്പ് പറഞ്ഞത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാന് അള്ളാന്റെ റസൂല് വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലിയ കിതാബുകൾ എടുത്തങ്ങ് ഉദ്ധരിച്ചപ്പോ മൗലവി പറയാണ്, സഹാബത്ത് ഒറ്റ തക്ബീറേ ചൊല്ലിയിട്ടുള്ളൂ, നിങ്ങൾ 3 ചെല്ലുന്നുണ്ട്. അപ്പൊ 1 തൗഹീദും 3 ശിർക്കുമാണോ മൗലവി? എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്നാൽ നിങ്ങൾ ഓർക്കണം, ഞാനത് കഴിഞ്ഞ CD ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ച 8 CD അത് ഈമാൻ കിട്ടി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ എവിടുന്നെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുകയും നിങ്ങളെ മക്കളെ കേൾപ്പിക്കുകയും നിങ്ങളെ സ്നേഹിതന്മാരെ കേൾപ്പിക്കുകയും വേണം. കാരണം എന്താണ് മുജാഹിദെന്ന് പഠിക്കാൻ അത്രയും കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ മൗലവി ഇങ്ങനെ മുട്ടുമടക്കേണ്ടി വന്നത്. എന്നാൽ അദ്ദേഹം ഇപ്രാവശ്യം വന്നിട്ട് പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമുസ്ലിം സഹോദരന്മാര് ചിലരെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ നിൽക്കണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി നിങ്ങൾ ലഈഫൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് തലേക്കെട്ടിന്റെ ഹദീസൊക്കെ ലഈഫാണെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് മൗലവി. അത് നിങ്ങളെ നമ്മളെ ജബ്ബാർ ബാക്കവിനെ പോലെ നേരത്തെ തോറ്റപ്പ തലയെ കെട്ടിയ ഏതോ ഒരു മൗലവി കോട്ടക്കെന്ന് പറഞ്ഞു കൊണ്ട് പറ്റിച്ചതായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അബൂദാവൂദിന്റെ സറഹിലും പറയുന്നു. അങ്ങനെ അബൂദാവൂദിന്റെ സറഹ് ഞാൻ നോക്കി വായിക്കുന്നു, ഖാല തബറാനി ഹാദൽ ഹദീസു ദഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ് കേട്ടോ. ഈ ദഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിയുടെ പിന്നാലെ പോയിട്ട് റസൂലുള്ള വരുമ്പോ പോലും എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കല്ലേ മുജാഹിദേ. ബുഖാരിയിൽ ഹദീസുണ്ടേ മുജാഹിദേ, റസൂലുള്ള പറയുന്നു, നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും എന്ന് സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ടേ. അതുകൊണ്ട് ഈ ദഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരെ. ഇനി എനിക്ക് പറയാം,